നമസ്കാരം. ഭാഷയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ച് എന്ന ലക്ഷ്യത്തോടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ്. സ്ഥാപനത്തിൻ്റെ പേര് അസിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് അക്കാഡമി. ഭരണങ്ങാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭരണങ്ങാനം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ്. കപ്യൂച്ചിൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അനേകായിരം ആളുകൾക്ക് ജീവിത വിജയം നേടിക്കൊടുത്ത ഇവിടുത്തെ വിജയഗാഥകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഖമാൺ. അസിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് അക്കാഡമിയുടെ ഡീൻ ഓഫ് സ്റ്റഡീസ് ബഹുമാന്യയായ ഡോക്ടർ ആനി കുര്യൻ മാമമാണ് എന്നോടൊപ്പമുള്ളത്. അവനെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ജർമ്മൻ ഭാഷ പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ്. ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു കോഴ്സാണ് അല്ലേ? അതെ. അസിസിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് മെയിനായിട്ടുമുള്ളത്? അസിസിയിൽ ജർമ്മൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ജർമ്മൻ്റെ A1 മുതൽ B2 വരെ. ഒരു ഒരു കോഴ്സ് മാത്രം C1 ലെവലിലുണ്ട്. അത് നേഴ്സുമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഴ്സാണത്. C1 ലെവൽ. ഇതിപ്പോൾ എത്ര വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ട്? ഇൻസ്റ്റിറ്റ്യൂട്ട് 2016 സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കോഴ്സുകൾ നടത്തുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, സ്വദേശത്തും വിദേശത്തും ഒക്കെ നിന്നുള്ള ഫാക്കൽറ്റികൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, അതായിരിക്കും അല്ലേ? സ്വദേശത്തുനിന്ന് ഇപ്പം ഞാനുണ്ട് ഇവിടെ. ഞാൻ ഇതിനു മുമ്പ് ജർമ്മനിയിൽ ജർമ്മൻ ലിറ്ററേച്ചറും ജർമ്മൻ ഭാഷയും ഞാൻ ഡോക്ടറേറ്റ് ഉണ്ട് എനിക്ക്. ഓക്കെ. വിദേശത്തു നിന്നുള്ള ആരൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്? നമുക്ക് ഗസ്റ്റ്മാരായിട്ട് ഇടയ്ക്ക് 1 മാസത്തേക്കും 2 മാസത്തേക്കും ഒക്കെ ടീച്ചേഴ്സ് ഇവിടെ വരാറുണ്ട്. അവർ ഗസ്റ്റാണ്. അവർ ഫ്രീ ആയിട്ടാണ് കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ കാലാവധി എത്ര നാളാണ് മാം? ഇത് A1 മുതൽ B2 വരെയാണ് ഇവിടുത്തെ കോഴ്സുകളുള്ളത്. A1 to B1 6 വീക്സാണ്. 6 ആഴ്ച വീതം ഓരോ കോഴ്സും. അത് കഴിഞ്ഞാൽ B2 മാത്രം 8 ആഴ്ച. അതേപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അതെ. അപ്പം അതേക്കുറിച്ച് ഒന്ന് പറയാമോ? കുട്ടികൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ. കൂടുതലായിട്ടും ഇവിടെ ജർമ്മനിയിൽ പോയി പഠിക്കാനുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. പിന്നെ നോക്കിയാൽ നേഴ്സുമാർക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ B2 പാസ്സായ ഉടനെ അവർക്ക് ജർമ്മനിയിൽ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യാം. അത് അവിടുത്തെ സ്റ്റാഫ് നേഴ്സായിട്ട് പോലും വർക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഏത് ഭാഷയിലും ഏത് സബ്ജക്റ്റും പഠിക്കാനായിട്ട് ജർമ്മൻ B2 അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹയർ സ്റ്റഡീസിന് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നവരും ഇവിടെ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട്. ശരി. അതുപോലെ ഇവിടെ താമസിച്ച് പഠിച്ച് ഈ പഴയകാല ഗുരുകുല സമ്പ്രദായ രീതിയിലൊക്കെ പഠന രീതികൾ, അതാണ് എനിക്ക് കൂടുതൽ എന്നെ ആകർഷിച്ചത്. ഇവിടെ വന്നപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞത് അത് ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു പഠന രീതിയാണ്. അപ്പോൾ അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അതിവിടെ ആദ്യമായിട്ട് വാഗമണിൽ മിത്രനികേതൻ, അവിടെയാണ് ഇതാദ്യം തുടങ്ങിയത്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി. കുറച്ച് കുട്ടികളും അന്ന് ജർമ്മനിയിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ഒരു സംരംഭം. അത് വളരെ സക്സസ്ഫുള്ളായെന്ന് കണ്ടപ്പോഴാണ് നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. അത് നമ്മുടെ ഡയറക്ടർ ഫാദർ ജെവി അച്ഛൻ്റെ ഒരു പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള വലിയൊരു കാഴ്ചപ്പാടായിരുന്നു. ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിന് ശേഷമാണ് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അത് ഒരു തരം ഏറ്റുപിടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട്. അത് ശരി.
കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗുരുകുല രീതിയിലുള്ള പഠനവും ഉണ്ട്. ഇപ്പോൾ 13 ഗുരുകുലങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തായിട്ട് അസീസിയുടെ കീഴിൽ. ഹലോ, എൻ്റെ പേര് ദേവിക. ഞാനിവിടെ അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിൽ ജർമ്മൻ പഠിപ്പിക്കുന്നു. അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് ജർമ്മൻ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്തുകൊണ്ട് അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട്? A1 മുതൽ B2 വരെ വിവിധ തലങ്ങളുടെ മികച്ച പഠനം, യോഗ്യരായ ഫാക്കൽറ്റികൾ, മികച്ച പഠനാന്തരീക്ഷം, ഇതൊക്കെയാണ് അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് അസീസി നിങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഹായ് ഹലോ, എൻ്റെ പേര് അലീന ജോജി. ഞാൻ അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിലെ B2 സ്റ്റുഡൻ്റാണ്. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ അസീസി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുമ്പോൾ എനിക്ക് ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് 2 സെൻറ്റൻസ് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിൻ്റെ ഒരു സപ്പോർട്ട് കാരണം കൊണ്ടാണ്. ഇവിടെ മെയിനായിട്ട് പറയേണ്ടത് ഇവിടുത്തെ ഫാക്കൽറ്റീസ്, ദേ ആർ വെരി മച്ച് നോളജബിൾ, സപ്പോർട്ടീവ് ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ. ഓൾസോ ഇവിടെ വീക്ക്ലി എക്സാംസ് നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഇംപ്രൂവ് യുവർ ജർമ്മൻ ലാംഗ്വേജ്, I would highly recommend this institute. Thank you. അതുപോലെ തന്നെ ഈ ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് പ്രായപരിധി അങ്ങനെയുണ്ടോ? പ്രായപരിധി ഇല്ല. ഏത് പ്രായക്കാർക്കും പഠിക്കാം. പഠിപ്പിക്കുന്നതിനും പ്രായപരിധി ഞാൻ ചോദിച്ചില്ല. അപ്പോൾ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായപരിധി കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മുടെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അഡ്മിഷൻ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും. ഇപ്പോൾ +2കാർക്കും ഗ്രാജുവേറ്റ്സിനും പിന്നെ അതിന് മുകളിലുള്ളവർക്കൊക്കെ ഇവിടെ പഠിക്കാം. അത് അവരുടെ ഉദ്ദേശം അനുസരിച്ചിരിക്കും. ഇപ്പോൾ +2കാർക്ക് നമ്മളൊരു മിനിമം ലെവൽ വെച്ചിട്ടുണ്ട് മാർക്കിൻ്റെ. അത് ഒത്തിരി കുട്ടികൾ വരുന്നത് കൊണ്ടാണ്. അതിപ്പം നമുക്ക് ധാരാളം പിള്ളേർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ നേഴ്സിംഗ് മിഷൻ തുടങ്ങിയ പിന്നെയാണ്. നേഴ്സിംഗ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ +2 പാസ്സായ കുട്ടികൾക്ക് ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കാം. അത് തുടങ്ങിയ പിന്നെയാണ് ഇവിടെ ധാരാളം കുട്ടികൾ ചേരാനിടയായിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു നല്ല സ്തുത്യർഹമായ രീതിയിൽ അത് നടന്നു പോകുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഓരോ കൊല്ലവും 100-200 കുട്ടികൾ പോകുന്നുണ്ട്. വലിയ കാര്യമല്ലേ? അതെ അതെ, അവരുടെ ജീവിത വിജയം നേടാൻ വേണ്ടി പോകുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ക്ലാസ് ടൈം എങ്ങനെയാണ് മാം? ക്ലാസ് രാവിലെ 8:30 തുടങ്ങും. നമ്മളുടേത് 8:30 ഒരു അസംബ്ലിയോടുകൂടി തുടങ്ങും. അത് കഴിഞ്ഞാൽ 2 ഉണ്ട്, രാവിലെയും ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമുണ്ട് പഠിത്തം. രണ്ട് എന്താ പറയുക, 2 ലെവൽ, 2 ബാച്ച് എന്ന് വേണേൽ പറയാം. രാവിലത്തെ ഷിഫ്റ്റ് പോലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞുണ്ട്. അപ്പോൾ രാവിലത്തത് 8:30 മുതൽ 12:45 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 4:45 വരെയുമാണ്. ഹലോ, എൻ്റെ പേര് റോസ്മേരിയ തോമസ്. ഞാൻ അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജിലെ B2 സ്റ്റുഡൻ്റാണ്. +2 കഴിഞ്ഞപ്പോൾ എന്തെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് നേഴ്സിംഗ് ജർമ്മനി ചെയ്യാമെന്ന് എൻ്റെ അങ്കിള് പറഞ്ഞ്, നിങ്ങൾ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്കറിയാം 3 തരത്തിലുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. 1 ഓൺലൈൻ, 2 ഗുരുകുല സിസ്റ്റം, 3 പ്രസൻറ്റ് ഉണ്ടറിഷ്ട് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. അതായത് സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നടക്കുന്നത് പോലെ എഡ്യൂക്കേഷൻ. ഇവിടെ ജർമ്മൻ കോഴ്സുകളുണ്ട്. അതിപ്പോൾ രാവിലത്തെ ഞാൻ പറഞ്ഞു നേരത്തെ 8:30 മുതൽ 12:45 വരെയും, ഉച്ചയ്ക്കത്തത് 1:30 മുതൽ 4:30 വരെ, 4:45 വരെ. അപ്പോൾ അങ്ങനെ ഈ കോഴ്സിൻ്റെ അഡ്മിഷൻ കിട്ടുന്നത് +2 പാസ്സായവർക്കാണ്. പിന്നെ പ്രത്യേകിച്ച് ചുമ്മാ സന്തോഷത്തിന് പഠിക്കാൻ വരുന്ന ഇതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിൽ കണ്ട് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 8-ലോ 9-ലോ മറ്റ് പഠിക്കുന്ന കുട്ടികളും വെക്കേഷൻ്റെ സമയത്ത് അവരിവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ അഡ്മിഷൻ ആർക്കും ഇല്ല എന്ന് പറയുന്നില്ല. ഹോസ്റ്റൽ സൗകര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ടോ? ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അതിപ്പം അസീസി ആശ്രമത്തിലൊരു ഹോസ്റ്റലുണ്ട്. അവിടെ ഒരു ഗുരുകുലയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഹോസ്റ്റൽ നടത്തുന്നുണ്ടല്ലേ? അതേപോലെ തന്നെ പിന്നെ കുട്ടികളുടെ പിന്നെ ജർമ്മൻ ഭാഷാ പഠനത്തോടൊപ്പം തന്നെ
അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് കരിയർ ഗൈഡൻസ് പോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനാണ് ശരിക്കും അസിസി ഫേമസ് ആയത്. പ്രത്യേകിച്ച് അവരുടെ എല്ലാ കഴിവുകളും നമ്മൾ ഭാഷ പഠിക്കുമ്പം ഭാഷ മാത്രമല്ലല്ലോ പഠിപ്പിക്കുന്നത്. നമ്മൾ പണ്ട് ഞാൻ BEdനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ട് ദ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പോലെ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലോണം നടക്കുന്നുണ്ട്. ഞാൻ വേറെ 2-3 ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അവിടെ ഈ പഠിപ്പീര് മാത്രമേ ഉള്ളൂ, അതിനകത്തൊരു ഒരു ഒരു കലാപരിപാടികളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു സേവനമാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും അത് ചിലർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ വരുമ്പം വെറുതെ ഏതോ ഒരു കുട്ടി, പക്ഷെ അവിടുന്ന് പോയി കഴിയുമ്പോൾ അവരുടെ അവർക്ക് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ആ പരിചയവും എല്ലാം ഉണ്ട് അവർക്ക്. അത് വളരെ സന്തോഷിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് തന്നെ പറയാം. അത് കിട്ടാനായിട്ട് നമ്മുടെ ഡയറക്ടർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ അഡ്മിഷൻ ടൈം എപ്പോഴാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? കോഴ്സിൻ്റെ കാലാവധി എത്ര നാളാണ്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് അഡ്മിഷൻ ടൈം എന്ന് പറഞ്ഞില്ല. കാരണം ഇപ്പോൾ +2 പാസ്സാകുന്ന റിസൾട്ട് ആകുന്നതിൻ്റെ ബേസിസിൽ ആ സമയത്ത് തുടങ്ങും. പിന്നെ എവറി 6 വീക്സ് കഴിഞ്ഞാൽ, ഇപ്പം 6 ആഴ്ച A1 കഴിഞ്ഞ് കഴിഞ്ഞാൽ A2 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പായിട്ട് A2 തുടങ്ങും. ആ പരീക്ഷ 6 ആഴ്ച കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞാൽ B1 തുടങ്ങും. അങ്ങനെ പോകുന്നു. അതെ, ഒരു പ്രത്യേകിച്ച് ഒരു അഡ്മിഷൻ ടൈം എന്ന് പറയാൻ നമുക്കില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് ഇവിടേക്ക് സ്വാഗതം, ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ഈ അടുത്ത നാളിലാണ് തോന്നുന്നു അസിസി ഈ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് ഒരു ബുക്ക് പ്രകാശനം ചെയ്തു. മാമൊക്കെ അതിൻ്റെ പങ്കാളിയാണ്. ഞാൻ അതിൻ്റെ ഒരു ഓതറാണ്. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം ജർമ്മനിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ട്, അതെല്ലാം പ്രിസ്ക്രൈബ്ഡ് ബുക്സാണ്. അപ്പം അതിനകത്തൊരു റെഫറൻസ് വർക്ക് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ 3 പേര് കൂടി, ഒരു ഡോക്ടർ ജോർജ് കുര്യൻ, ആനി കുര്യൻ ആൻഡ് ടെസ ബാബു, അങ്ങനെ 3 ആനി കുര്യൻ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതെ, ആ ഒരു പുസ്തകം പബ്ലിക്കേഷൻ ഇവിടുത്തെ ആദ്യത്തെ ജോലിയാണ്. അത് എറണാകുളത്തെ സഹായ ഓക്സിലിയറി ബിഷപ്പായിരുന്ന, ഇപ്പം പഞ്ചാബിലെ ഓക്സിലിയറി ബിഷപ്പായ ഫാദർ ജോസ് പുത്തൻ വീട്ടിൽ ആണ് ആ കർമ്മം നടത്തിയത്. അതിന് ജെബിയച്ചൻ, ഞങ്ങളുടെ ഡയറക്ടറച്ചൻ, പുസ്തകം ഈ ബുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും. ജെബിയച്ചൻ്റെ കാര്യം പറഞ്ഞാൽ ഈവൻ കുട്ടികളെ പോലും പേര് സഹിതം അറിയാം. അതെ, അത് കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അച്ഛൻ മനസ്സിലാക്കും. ഒരു സുഹൃത്തിനെ പോലെ, ഒരു ചേട്ടനെ പോലെ, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. വളരെ ശരിയാണ് അത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന മാവിന് പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പോൾ അറിവാകുന്ന അഗ്നി പകർന്നു നൽകി ജർമ്മൻ ഭാഷാ പഠന രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ഭരണങ്ങാനത്തെ അസിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് അക്കാഡമി ഏവർക്കും ഒരു റൈറ്റ് ചോയ്സ് തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. അഡ്മിഷന് താല്പര്യമുള്ളവർ ഇവിടേക്ക് ഈ സ്ഥാപനവുമായി കോൺടാക്റ്റ് ചെയ്യുക. എൻ്റയർ മീഡിയ ടീമിനും ക്യാമറമാൻ റിജോയ് പറവൂറിനൊപ്പം താൽക്കാലികമായി ഇവിടെ പറയുന്നു ഷിയാദ് ചങ്ങനാശ്ശേരി.